ഓക്കെ, വി ക്യാൻ കണ്ടിന്യൂ. അപ്പോൾ നമ്മൾ കെയ്നീഷ്യൻ ക്രോസ് ആണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അറ്റ് പോയിന്റ് ഇ ആണ്, അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി ഇഫ് ദർ ഇസ് എനി ഡീവിയേഷൻ ഫ്രം ഇക്വിലിബ്രിയം അസ്യൂം ചെയ്യണം. ഓക്കെ, അതിലൊരു ഡീവിയേഷൻ ഈ ഇക്വിലിബ്രിയത്തിൽ നിന്നുണ്ടായാൽ, ഓക്കെ, ദാറ്റ് മീൻ ഐദർ ബിലോ ബിലോ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് OY അല്ലെങ്കിൽ എബോ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് OY. അത് ഏതെങ്കിലും ആ പൊസിഷൻ ഈ Y എന്നുള്ള അതിൻ്റെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡിലോട്ടോ വരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ഇക്വിലിബ്രിയം ഇയിലോട്ട് തന്നെ തിരിച്ചു വരും. അതാണ് കെയ്ൻസ് പറയുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം റിക്വയർസ് ഫർദർ കണ്ടീഷൻ ടു ബി സാറ്റിസ്ഫൈഡ്, നെയ്മലി ദാറ്റ് എനി ഡീവിയേഷൻ ഫ്രം ഇറ്റ് will set in motion forces that will bring it back to the original position. അപ്പോൾ ആ ഒറിജിനൽ പൊസിഷനിൽ നിന്നും ഏതെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടായാൽ, അല്ലെങ്കിൽ OYനേക്കാൾ കുറവോ OYനേക്കാൾ കൂടുതലോ എക്കോണമിയിൽ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്നുള്ള പോയിന്റിലോട്ട് വീണ്ടും അത് തിരിച്ചു വരും. ഓക്കെ, അതാണ് പറയുന്നത്. സപ്പോസ് അറ്റ് ഇൻകം ലെവൽസ് ലെസ് ദാൻ OY, ഇപ്പോൾ നമ്മുടെ ഇൻകം ലെവല് OY നമ്മുടെ ഇക്വിലിബ്രിയം അതിനേക്കാൾ ലെസ് ദാൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? പ്ലാൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ ഇൻകം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്നു വേണ്ട. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്തായിരിക്കും? വിൽ ബി ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ അഗ്രിഗേറ്റ് സപ്ലൈ, ഇല്ലേ? C+I കർവ് ആയിരിക്കും OYൻ്റെ ബാക്കിൽ, അല്ലെങ്കിൽ ബിലോ ലെസ് ദാൻ OY ആണെങ്കിൽ C+I കർവ് അല്ലേ, C+S കൂടുതൽ. അപ്പോൾ അവിടെ എന്താ ഉള്ളത്? C+I കർവ് ആണ് അവിടെ ഹയർ. ദാറ്റ് മീൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ അഗ്രിഗേറ്റ് സപ്ലൈ, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഹയർ ദാൻ ദി ഔട്ട്പുട്ട്. ഓക്കെ, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് സപ്ലൈയേക്കാൾ കൂടുതലായിരിക്കും, ഡിമാൻഡ് കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ഫോഴ്സസ് ദ എക്കോണമി ടു എക്സ്പാൻഡ് ഔട്ട്പുട്ട് ആൻഡ് ഇൻകം. അങ്ങനെ അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈനേക്കാൾ കൂടുതലായാൽ എന്ത് സംഭവിക്കും? ഔട്ട്പുട്ടും ഇൻകവും എക്സ്പാൻഡ് ചെയ്യാം, എക്കോണമിയെ ഫോഴ്സ് ചെയ്യും, ഒരു സംശയമില്ല. അതുപോലെ തന്നെ സിമിലർലി അറ്റ് ഇൻകം ലെവൽ എബോ OYനേക്കാൾ കൂടുതലാണ് ഇൻകം എങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ലെസ് ദാൻ ദി ഇൻകം, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് സപ്ലൈ. കാരണം എന്താണ്? Y = C+S കർവാണ്. ഈ OYനേക്കാൾ കൂടുതലാണ് ഔട്ട്പുട്ട് എങ്കിൽ ഉണ്ടാവുക. ദാറ്റ് മീൻ അഗ്രിഗേറ്റ് എക്സസ് സപ്ലൈ ഉണ്ടാകും, അല്ലേ? സപ്ലൈ കർവ് എന്താണ്? C+Iനേക്കാൾ കൂടുതൽ ഗ്യാപ്പ് ഏതാണ്? Y = C+S ആണ്. അതുകൊണ്ട് സപ്ലൈ ആണ് കൂടുതൽ, എക്സസ് സപ്ലൈ ഉള്ളത്. അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ എക്സസ് സപ്ലൈ ആണ് എബോ OY എന്നുള്ള പോയിന്റിൽ, ഇക്വിലിബ്രിയം പോയിന്റിലുണ്ട്. അങ്ങനത്തെ ഒരു പോയിന്റിലാണെങ്കിൽ എന്ത് സംഭവിക്കും? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ലെസ് ദാൻ ഇൻകം ആണ് ആ സിറ്റുവേഷനിൽ, അല്ലേ? അല്ലെങ്കിൽ അഗ്രിഗേറ്റ് സപ്ലൈ ഇസ് ഗ്രേറ്റർ ദാൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ്. ഇഷ്ടം പോലെ സപ്ലൈ ആണ്. ദെയർഫോർ ഫേംസ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് വിൽ ഹാവ് ടു ബി കർട്ടൈൽഡ് ടു മാച്ച് ഇറ്റ് വിത്ത് ഡിമാൻഡ്. ഡിമാൻഡിൻ്റെ പ്രൊപ്പോർഷനിൽ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ വേണ്ടി ഉൽപ്പാദനം കുറയ്ക്കും, അല്ലെങ്കിൽ കമ്മിയാകും. ഓക്കെ, അപ്പോൾ അതാണ് സംഭവിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും മറ്റേ ഇക്വിലിബ്രിയത്തിലോട്ട് തിരിച്ചു വരും. ഓക്കെ, ഇനി നമുക്ക് ഈ കെയ്നീഷ്യൻ ക്രോസ് സേവിങ്ങും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് രൂപത്തിലും നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇക്വിലിബ്രിയം ഇൻകം could also be defined as that income where planned savings are equal to planned investment. ഓക്കെ, അപ്പോൾ ഈ കെയ്ൻസിൻ്റെ മറ്റു രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും ഇപ്പോൾ ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ പറയുന്ന പോലെ തന്നെയാണ് കെയ്നീഷ്യൻ ഇൻകം ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. വി ക്യാൻ ഓൾസോ എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്ലാൻഡ് സേവിങ്സ്. എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ഇൻകം ഈസ് ഡിറ്റർമിൻഡ് by equating planned savings and planned investment. In the following figure, we can see that the vertical axis measures savings and investment.
വെർട്ടിക്കൽ ആക്സിസ് OY ആക്സിസിൽ എന്താണ് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും, OX ആക്സിസിൽ ഇൻകമാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ബ്രോട്ട് ഇൻ ടു ദ ഇക്വിലിബ്രിയം ബൈ ദ ഇൻകം മെക്കാനിസം. ഓക്കെ, ആ ബൈ ഇൻകം മെക്കാനിസത്തിലൂടെ എന്താണ് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുവരും. സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഈക്വൽ ഓൺലി അറ്റ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിലാണ് സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തുല്യമാകുക. ഓക്കെ, അവിടെ ആ സിറ്റുവേഷനിൽ എന്താണ് ഇൻകം കൂടാനോ കുറയാനോ ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. ഓക്കെ, സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇഫ് ദ ലെവൽ ഓഫ് ഇൻകം ഈസ്, ഈ കർവ് നോക്കുക, ഇഫ് ദ ലെവൽ ഓഫ് ഇൻകം ഈസ് Y2 ആണെന്ന് അസ്യൂം ചെയ്യുക കർവിൽ. ഓക്കെ, I കർവ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കർവാണ്, S കർവ് എന്ന് പറയുന്നത് സേവിങ് കർവാണ്. ഇനി ഈ ഇൻകം ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അറ്റ് പോയിന്റ് ഈ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് OY ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാണ് ഇഫ് ദ ലെവൽ ഓഫ് ഇൻകം ഈസ് OY2 ആണ്, ഇക്വിലിബ്രിയം ലെവലിനേക്കാൾ താഴെയാണ്, എന്ത് സംഭവിക്കുക? ഇൻവെസ്റ്റ്മെൻറ്റ് എക്സീഡ് സേവിങ്സ് ബൈ L2S2 ഇല്ലേ? അവിടെ ആ കണ്ട് L2S2 ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? ദിസ് എക്സസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ജനറേറ്റ് അഡീഷണൽ ഇൻകം. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാൽ അത് മൾട്ടിപ്ലർ ഇഫക്റ്റിൽ ഇൻകം വർദ്ധിക്കും. ഓക്കെ, ടിൽ ഇറ്റ് റീച്ചസ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം അറ്റ് വിച്ച് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഈക്വൽ. അപ്പോൾ S2 I2 ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയും കൂടുതലാണ്, അത് ഇൻകം വർദ്ധിക്കും. അപ്പോൾ അറ്റ് പോയിന്റ് എന്നുള്ള പോയിന്റ് വരെ അവിടെ ഇൻകം വർദ്ധിക്കും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സിനേക്കാൾ കൂടുതലായത് കാരണം. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയത്തിലോട്ട് റീച്ച് ചെയ്യും. ഇൻ കെയ്നീഷ്യൻ അനാലിസിസ് ദി ഇക്വാളിറ്റി ബിറ്റ്വീൻ പ്ലാൻഡ് സേവിങ്സ് ആൻഡ് പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അറ്റൈൻഡ് ത്രൂ ദ ചേഞ്ചസ് ഇൻകം. ആ ഈക്വാളിറ്റി സേവിങ്സും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റും ഈക്വാളിറ്റി എപ്പോഴും ത്രൂ ദ ഇൻകം ചേഞ്ചിലൂടെയാണ് സംഭവിക്കുക എന്നാണ് കെയ്ൻസ് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ദി കെയ്നീഷ്യൻ ടു സെക്ടർ കെയ്നീഷ്യൻ ക്രോസ് എന്ന് പറയുന്നത്. ഇതാണ് കെയ്നീഷ്യൻ ടു സെക്ടർ ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 2 സെക്ടറേ ഉള്ളൂ. ഇനി കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ഗവൺമെൻറ് സെക്ടർ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് 2 സെക്ടർ എന്ന് പറയുന്നത്. ഇനി ആൽജബ്ര ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ ഇൻ എ 2 സെക്ടർ മോഡൽ. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പഠിച്ചാൽ മതി, നിർബന്ധമല്ല. ഇത് ഇങ്ങനെ ചോദിക്കുന്നില്ല. ഇപ്പം നിങ്ങൾ ഈ മുകളിൽ ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രമേ അതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഷോക്ക് വേണമെങ്കിൽ ഇത് കൂടെ ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ എൻ്റെ അടുത്ത് ബോർഡില്ല, അപ്പോൾ എന്തായാലും ഞാനത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. The equilibrium income is defined as the income where the total consumption and investment expenditure will equal to the aggregating അല്ലെങ്കിൽ aggregate demand is equal to aggregate supply. അതാണ് equilibrium income according to Keynes അല്ലേ? അപ്പോൾ നമുക്കറിയാം this shows by an equation. ഇൻകം എന്ന് പറയുന്നത് y is equal to c plus i ആണ്. അപ്പോൾ നമുക്ക് c എന്താ? നമുക്ക് c is equal to a plus by ആണ് അല്ലേ? c is a consumption linear function ആണ്, linear function of income. അപ്പോൾ c is equal to a plus by, where A is autonomous consumption ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. B is a marginal propensity to consume. Okay, by substituting the values of consumption function into the equation representing the equilibrium we get. അപ്പോൾ y is equal to c plus i എന്നുള്ള ഇക്വേഷനിൽ c is equal to a plus by എന്ന നമുക്കറിയാം. അതുകൊണ്ട് സിക്ക് പകരം a plus by എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് y is equal to c plus i ഇക്വേഷൻ എന്താവും? y is equal to, ഇതൊക്കെ ഒരു നോട്ട് ബുക്ക് എടുത്ത് ഞാൻ പറയുമ്പോൾ എഴുതി പഠിക്കുക, എന്നിട്ട് നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതിയാൽ മതി. y is equal to എങ്ങനെ എഴുതാം? c plus i ആയിരുന്നു, സിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? a plus by എന്ന് കൊടുക്കുന്നു. y is equal to ബ്രാക്കറ്റിൽ a plus by plus i അല്ലേ? ഇനി അതിന് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ദ ടേംസ് വി ഗെറ്റ്, അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y is equal to y minus by is equal to a plus i. ഓക്കെ, സിമ്പിളാണ്, റീഅറേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇനി ഇതിന് ദിസ് അഗൈൻ വി ക്യാൻ റൈറ്റ് y ഇൻറ്റു i പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ വാല്യൂ ഇതിനെ നമ്മൾ ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ ബൈ 1 മൈനസ് ബി. ഏതൊരു സംഖ്യ നമ്മൾ 2 സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പ്രശ്നമില്ല.
ഇവിടെ നമ്മൾ എന്താണ് ഹൈപ്പോത്തറ്റിക്കലി 1 മൈനസ് ബി കൊണ്ട് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y is equal to a plus i ഇൻറ്റു ഡിവൈഡ് ചെയ്യൽ. അപ്പോൾ ആ എ പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി ആണ്. അതിന് ഞാൻ എന്ത് ചെയ്തു? എ പ്ലസ് ഐ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ബി അങ്ങനെ എഴുതാം, ഒരു തെറ്റുമില്ല. വിച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് ബി എന്താ നമുക്കറിയാം, എം പി സി ആണ് അല്ലേ? ബി എം പി സി നമുക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എം പി സി. അപ്പോൾ ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഇത്. അപ്പോൾ കെയ്ൻസിൻ്റെ 2 സെക്ടർ മോഡൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ഈക്വൽ ടു ദി സം ഓഫ് ലെവൽ ഓഫ് ഓട്ടോണമസ് കൺസംഷൻ. ഓട്ടോണമസ് കൺസംഷൻ എന്താണ്? ഇതിൽ എ ആണ്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ടൈംസ് ഐ ഉണ്ട് ഇല്ലേ? ഡിമാൻഡ് ടൈംസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ടൈംസ് ദ മൾട്ടിപ്ലയർ ഏതാ? 1 ഡിവൈഡ് ബൈ 1 മൈനസ് എം പി സി, അതാണ് മൾട്ടിപ്ലയർ. അപ്പോൾ അത്രയും എമൗണ്ടിലാണ് ഇൻകത്തിലുണ്ടാകുന്ന വർധനവ്. അങ്ങനെയാണ് ഇൻകം നമ്മൾ റെപ്രസെൻ്റ്. അപ്പോൾ ദിസ് ഈസ് ദ 2 സെക്ടർ മോഡൽ ഇക്വിലിബ്രിയം. y is equal to a plus i into 1 divided by 1 minus b, which is also equal to a plus i into 1 divided by 1 minus MPC. Okay.